ഇന്നത്തെ നമ്മുടെ റെസിപ്പി വെള്ളയപ്പത്തിൻ്റെയൊക്കെ കൂടെയും പത്തിരിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ചിക്കൻ മപ്പാസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഏകദേശം ഒരു 2.5 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മളിതിലേക്ക് ഏകദേശം ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 4-5 അല്ലി ചെറിയ ഉള്ളി, പിന്നെ അതുപോലെ തന്നെ ഒരു 4-5 അല്ലി വെളുത്തുള്ളിയാണ്, പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടി കൂടി ചേർക്കേണ്ടത്. അപ്പോൾ മുളക് പൊടിയുടെ എരിവിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് വളരെ കുറച്ചൊരു 1/4 കപ്പ് അളവിൽ വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി അരച്ചൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഈ സമയത്ത് നമുക്കിതിലേക്കുള്ള മസാലയൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കണം. അതിന് വേണ്ടി ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട 3-4 ഗ്രാമ്പുമാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിൽ നന്നായിട്ട് അതൊക്കെ പൊട്ടിക്കഴിഞ്ഞപ്പോൾ ഒരു 4 മീഡിയം സൈസ് സവാള ഇതുപോലെ സ്ലൈസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 3-4 പച്ചമുളകിൻ്റെയൊക്കെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഇത് നന്നായിട്ടൊന്ന് ഒരു ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ആയി തുടങ്ങുമ്പോൾ നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ പേസ്റ്റും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ മിക്സിയിലുള്ള ബാക്കിയുള്ള പേസ്റ്റിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് അതും കൂടെ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ആ ഒരു ഗ്രേവിയൊക്കെ ഒന്ന് വറ്റണ വരെ വഴറ്റി കൊടുക്കുക. ആ ഒരു സമയം ഞാൻ ഇതിലേക്ക് ചേർക്കാനുള്ള 1 കിലോ അളവിൽ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇട്ട മസാലയുടെയൊക്കെ ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമ്മളിത് വേവിച്ചെടുക്കുന്നത് വെള്ളം ഒഴിച്ചിട്ടല്ല, തേങ്ങാപ്പാലിൻ്റെ 2ാം പാൽ ഒഴിച്ചിട്ടാണ്. അതിപ്പോൾ 1.5 കപ്പ് അളവിൽ 2ാം പാലുണ്ട്. അതും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ടാണ് വേവിക്കുന്നത്. ഉപ്പിടുന്ന വിഷ്വൽ എൻ്റെ നിന്ന് മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് കൂടെ ചേർത്തേക്കാം. ഈ സമയത്ത് ഉപ്പ് ചേർത്തിട്ട് ഇനി ഇതൊന്ന് നമുക്ക് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് ചിക്കനൊക്കെ നന്നായിട്ട് തിളച്ച് തുടങ്ങുമ്പോൾ തന്നെ അതിലെ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി തുടങ്ങും. ഇനി ചിക്കൻ ഒരു 1/4 ഭാഗം വേവ് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഒരു അത്യാവശ്യം വലിയ ഒരു ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തത്. മീഡിയം ആണെന്നുണ്ടെങ്കിൽ 2 എടുക്കാം. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഒരുപാട് ചെറുതാക്കണ്ട, പെട്ടെന്ന് ഉടഞ്ഞു പോവില്ല. അപ്പോൾ ഇതുപോലെ ഒത്തിരി വലിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഉരുളക്കിഴങ്ങും കൂടി ഇട്ടിട്ട് വീണ്ടും മൂടി വെച്ചിട്ട് ആ തേങ്ങാപ്പാലിൽ മാത്രം ഒന്ന് വേവിച്ചെടുക്കുക. ഇനി നന്നായിട്ട് ഇപ്പോൾ 1/4 ഭാഗത്തിൽ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് മസാലയൊക്കെ ഒന്ന് കുറിക്കോട്ടെ. ഈ ഒരു സമയം ഞാൻ കുറച്ചധികം കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഉരുളക്കിഴങ്ങൊക്കെ ഒരുവിധം നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചാറൊക്കെ ഒന്ന് കുറുക്കി വരുമ്പോൾ നമുക്കിത് ഓഫാക്കാം. ഓഫാക്കിയിട്ട് നമ്മൾ ഇനി ഇത് സെർവ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് 1ാം പാൽ, തേങ്ങാപ്പാലിൻ്റെ 1ാം പാൽ ഏകദേശം ഒരു 1/2 കപ്പ് അളവിൽ 1ാം പാലും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് പതിയെ ചൂടാക്കുക. തിളക്കണ്ട, ചൂടാക്കിയിട്ട് നമുക്ക് ചൂടോടുകൂടി തന്നെ വിളമ്പാം. അപ്പോൾ വെള്ളയപ്പത്തിൻ്റെ കൂടെയാണെന്നുണ്ടെങ്കിലും പത്തിരിയുടെ കൂടെയാണെന്നുണ്ടെങ്കിലും അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണുന്നവരെ സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ.